ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് പാൻ കേക്കാണ്. അതിനായിട്ട് മാരിഗോൾഡിൻ്റെ ഒരു 10 രൂപ പാക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ബിസ്ക്കറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുക. പൊട്ടിച്ച ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഒരു 5 കാഷ്യൂ നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർക്കുമ്പോൾ നമുക്ക് പാൻ കേക്കിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി കുറച്ച് മധുരം നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ടൊരു വലിയ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു 2-3 പ്രാവശ്യം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പൗഡർ കിട്ടുന്നതാണ്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് പൗഡറൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു മുട്ടയും പിന്നെ ഒരു ഗ്ലാസ് പാലുമാണ്. മുട്ട വേണമെങ്കിൽ 2 ഉപയോഗിക്കാം. അതിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തവർ 1 ചേർത്താൽ മതിയാകും. ഇനി ഒരു ബൗളിലേക്ക് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വിസ്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് പതച്ചെടുക്കുക. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാലിപ്പോൾ 1 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് ആവശ്യം അത് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. മുട്ടയും പാലും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് പൗഡറാണ്. അതിൻ്റെ പകുതിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പകുതി ഇട്ട ശേഷം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാരിഗോൾഡ് അല്ലാതെ വേറെ ഏത് ബിസ്ക്കറ്റായാലും നമുക്കിതുപോലെ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ബിസ്ക്കറ്റ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കട്ട നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാൻ കേക്ക് എല്ലാം കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ബിസ്ക്കറ്റിൽ ചെയ്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോഡ പൗഡർ ഒരു നുള്ളാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ബാറ്റർ നമുക്കിനി ഒരു 15-20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ നമുക്ക് പാൻ കേക്കിനുള്ള ബാറ്ററൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് ഓരോ തവി മാവ് അതിലോട്ട് കോരി ഒഴിക്കാം. മാവ് പരത്തി എടുക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ കോരി ഒഴിക്കേണ്ടതാണ്. ഇനി ബാക്കി മാവും അതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. പാൻ കേക്കിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ കുമിളയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അറിയാം നമുക്ക് 1 സൈഡ് വെന്തതാണെന്ന്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന മാവെല്ലാം കൂടി ചേർത്ത് നമുക്ക് പാൻ കേക്കൊക്കെ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പാൻ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ക്രീമോ അല്ലെങ്കിൽ തേനൊക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേൻ ഒഴിച്ചാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.